23 November 2024. നമ്മൾ വ്ളോഗ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നെങ്കിലും മെൽറ്റായി പോയിരുന്നു. ഒരു കംപ്ലീറ്റ് സ്നോ കവറൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ വ്ളോഗ് ചെയ്യാൻ. നൈറ്റ് ഈവനിങ് 6 o'clock ആയിട്ടുണ്ട്. ഫുള്ളി സ്നോ കവേർഡാണ്. ലാസ്റ്റ് ടൈം വന്ന സ്നോ പോലല്ല, കുറച്ചുകൂടെ തിക്ക് സ്നോ ആണ് എന്ന് പറയുന്നത്. പോകാനുള്ള സാധ്യത കുറവാണ്. നമ്മൾ 3-4 ദിവസം മുമ്പ് കണ്ട ഗ്രീൻ ഫീൽഡാണ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ കണ്ടില്ല, ഞാൻ ഇട്ടില്ലായിരുന്നു വീഡിയോ. ഇതാണിപ്പോൾ മോസ്കോയിലെ അവസ്ഥ. സ്നോ കവേർഡായി മാറിയിട്ടുണ്ട്. സോ മോസ്കോയിലോട്ട് ആരെങ്കിലോട്ട് വരുന്നെങ്കിൽ ജാക്കറ്റ്, സ്നോയിൽ യൂസ് ചെയ്യുന്ന ഷൂ, ഗ്ലൗസ്, ക്യാപ്പ് ഇതെല്ലാം റെഡിയാക്കി വേണം വന്നിറങ്ങാൻ. കാര്യം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നിങ്ങൾക്ക് നല്ല തണുപ്പടിക്കും. ജാക്കറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. കാര്യം 0 degree ഓർ ലെസ് ദാൻ 0 degree ആണെങ്കിൽ മാത്രമേ സ്നോ ഇങ്ങനെ നിൽക്കൂ. അല്ലാതെ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സ്നോ മെൽറ്റാവും. ഇനിയിപ്പോൾ സ്നോ മെൽറ്റ് ആവാനുള്ള ചാൻസ് ഇല്ല. കാര്യം നവംബർ എൻഡായില്ലേ, 23rd November ആയി. ഡിസംബർ ആയി, ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ ഡിസംബറായി. അപ്പോഴത്തേക്ക് സ്നോ കവേർഡ് ആയിരിക്കും ഇത് മൊത്തം. തിക്നെസ് ഓഫ് സ്നോ കൂടി വരും. ഇപ്പം നമുക്ക് വാക്ക് ചെയ്യാൻ പറ്റുന്ന സ്നോ അല്ലേ, പക്ഷേ ഇവിടെ ഇതിന് മുകളിൽ തിക്നെസ് വരും. ഇനി ഒരു 2 ലെയർ 3 ലെയർ 4 ലെയർ തിക്നെസ് വരും. നമ്മുടെ നാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ അത്യാവശ്യം പനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കണം വരണ്ടേ. പിന്നെ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കണം, വെള്ളം കുടിക്കണം, എപ്പോഴും കയ്യിലൊരു വെള്ളം വെച്ചേക്കണം. വിൻ്റർ ആകുമ്പോൾ നമുക്ക് ദാഹം കുറവായിരിക്കും, പക്ഷെ നമ്മൾ വെള്ളം കുടിച്ചെങ്കിൽ നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ആയിട്ട് നിൽക്കും. ഇപ്പോൾ റോഡ് മൊത്തം എല്ലാം ചെളിയുടെ കണക്കാവും. റോഡിലോട്ട് നോക്കിയാൽ മനസ്സിലാവും. മഞ്ഞനത്ര വണ്ടി പോയേ ഇതൊരു ചെളിയായിരിക്കും. നമ്മളിപ്പോൾ എവിടെ ചെന്ന് കയറിയാലും, അതായത് ഏതെങ്കിലും മുകളിൽ ചെന്ന് കയറിയാലും രസമാണ്. ഇനി ഇവരൊക്കെ ടയർ ചേഞ്ച് ചെയ്ത് വിൻ്റർ സെയറാക്കി മാറ്റും. അപ്പോൾ ആ വണ്ടി പോകുമ്പോൾ ആ സ്നോ വെള്ളമായിട്ട് മാറി. കാര്യം അത്രയും ഒരു കട്ടിയായിട്ടില്ല സ്നോയ്ക്ക്. അപ്പോൾ എന്തോ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ എവിടെ ചെന്ന് കയറിയാലും ഇതങ്ങ് ചെളിയായിട്ട് മാറും. നമ്മൾ മുകളിൽ ചെന്ന് കയറുമ്പോഴാണെങ്കിൽ നമ്മുടെ ഷൂവിലെല്ലാം ചെളിയുടെ ഇണക്കി മഞ്ഞ് പിടിച്ചിരിക്കും. സിറ്റിയിലോട്ട് കറങ്ങാറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ടൈം കിട്ടിയില്ല. മൺഡേ ടു ഫ്രൈഡേ നല്ല തിരക്കല്ലേ. അത് കഴിഞ്ഞു സാറ്റർഡേ സൺഡേയും കൂടെ കാണും ഇച്ചിരിയൊക്കെ തീർക്കാൻ. ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സാറ്റർഡേ സൺഡേ ആയിരിക്കും. അപ്പോൾ അതുകൂടെ കറങ്ങാറായി കഴിഞ്ഞാൽ നല്ല പാടായിരിക്കും. എന്നാലും നാളെ സൺഡേ ഒന്ന് കറങ്ങാറാകണം. കാര്യം ഇപ്പോൾ റെഡ് സ്ക്വയറൊക്കെ കാണാൻ അടിപൊളിയായിരിക്കും. ചിലപ്പോൾ ഈ സ്നോ വീണ് ചളമായി കിടക്കുമായിരിക്കും, അല്ലെങ്കിൽ സ്നോ കവേർഡായി പ്രോപ്പറായിട്ടിരിക്കുമായിരിക്കും. റെഡ് സ്ക്വയറിൽ നമ്മൾ പോവുകയാണെങ്കിൽ അതിന് തൊട്ടപ്പുറത്ത് റെഡ് സ്ക്വയറിൽ ഇവർ റഷ്യന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ക്രാസ്നി പ്ലോഷത്ത് എന്ന് വെച്ചാൽ സ്ക്വയർ സ്ട്രീറ്റ് ജംഗ്ഷൻ എന്നൊക്കെയാണ്. ക്രാസ്നി വെച്ചാൽ റെഡ് കളർ. അതിനടുത്ത് ക്രെംലിനുണ്ട്. നമ്മൾ കാണുന്ന ക്രെംലിൻ, റഷ്യയുടെ ആസ്ഥാനം ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. മ്യൂസിയം പോലൊക്കെ നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറി എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റും. ഡോക്യുമെൻറ്റ്സ് എല്ലാം കയ്യിലുണ്ടായിരിക്കണം, പാസ്പോർട്ടും രജിസ്ട്രേഷനും. നമ്മൾ തണുപ്പാന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുകയും ഇവിടെ കൊച്ചു പിള്ളേരുൾപ്പെടെയാണ് വീട്ടുകാരുടെ കൂടെ ഇങ്ങനെ ഇറങ്ങുന്നത്. അതിനകത്തൊരു കൊച്ചു കിടക്കുന്നുണ്ട് ആ വണ്ടിക്കകത്ത്. മറ്റേതിനകത്തൊരു 2 വയസ്സായ അല്ലെങ്കിൽ 1.5 വയസ്സ് 2 വയസ്സായ ഒരു വെങ്കച്ചിരിപ്പുണ്ട്. ഇവർ ഈ ക്ലൈമറ്റുമായിട്ട് അക്ലിമാറ്റൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് മിക്ക ദിവസവും നമുക്ക് കാണാൻ പറ്റും പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്
ഈ പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി ഇറങ്ങുന്ന കാണാൻ പറ്റും. ഇങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. വണ്ടി ഉണ്ടോയെന്ന് എപ്പോഴും നോക്കണം. ഒരു റോഡാണ് കണ്ടോ, ഇത് ചെളിയായി മാറി, മൊത്തം അഴുക്കാവും. എന്താ വെച്ചാൽ നമ്മൾ റോഡിൽ അഴുക്കുണ്ടല്ലോ, ആ അഴുക്ക് മൊത്തം ഈ മഞ്ഞിങ്ങനെ അബ്സോർവ് ചെയ്തിട്ട് അതിങ്ങനെ തള്ളി കയറി വരും.